സ്വിറ്റ്സർലാൻഡ് ഐക്യരാഷ്ട്ര സംഘടനയിലെ എത്രാമത്തെ അംഗമാണ്? സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് ടു മിസ്റ്റർ ജോസ്. ഗസ്റ്റ് വളരെ കറക്റ്റ് ആയിരുന്നു. 190th ആണ് കേട്ടോ. 190ാമത്തെയാണ് അംഗം സ്വിറ്റ്സർലാൻഡ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ കാൽക്കുലേറ്റീവ് മൈൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മെഡിക്കൽ ഡോക്ടർ ആരാണ്? പറയാതെ വയ്യ. അദ്ദേഹത്തിന്റെ ഗസ് വീണ്ടും ശരി തന്നെയാണ്. ഡോക്ടർ ബാലമുരളി അമ്പാടി. കൺഗ്രാറ്റ്സ്. അപ്പോൾ 5 ചോദ്യങ്ങളും കറക്റ്റ് ആണ് കേട്ടോ. 6th ക്വസ്റ്റ്യൻ, സെക്കൻഡ് സ്റ്റേജിലേക്ക് കിടക്കുന്ന ചോദ്യമാണ്. ഈ ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ചുങ്കത്ത് പ്രിൻസിപ്പലുടെ വക സ്പെഷ്യൽ പ്രൈസ് ഉണ്ട്. സ്വർണ്ണമാണ്, എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല. ശരിയായാൽ ഈ 3 ബോൾസ് നിന്നുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ആഡഡ് ബോണസ് ആയിട്ട് പ്രൈസ് കിട്ടുന്നതാണ്. നമുക്ക് ചെക്ക് ചെയ്യാം. കുറെ ആശ തന്നും തോന്നുന്നല്ലേ? ഇനി ഇല്ലെന്ന് പറഞ്ഞാൽ എന്താവും? ശരി, 6th ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എയ്ഡൻ പാർക്ക് എന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ്? ഏതു രാജ്യത്താണ്? ന്യൂസിലൻഡ്. കൽക്കട്ട, ആക്ലൻഡ്, ലാഹോർ, കാൺപൂർ. 4 ഓപ്ഷൻസ് ആണ്. ശരിയാണ്, ആക്ലൻഡ് ആണ് കറക്റ്റ് ആൻസർ. മിസ്റ്റർ ജോസ് ആൻഡ് മിസ്സസ് പ്രിയ, കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. നിങ്ങൾ സെക്കൻഡ് സ്റ്റേജിൽ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഈ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് കോംപ്ലിമെന്ററി, ഒരു ബൗളില് ഗോൾഡ് കോയിൻ ആണ്, ഒരു ബൗളില് ട്രൈ യുവർ ലക്ക് എന്ന ഓപ്ഷനാണ്. ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എന്ന് വെച്ചാൽ അറിഞ്ഞ് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ഒരു റൗണ്ട് അപ്പ് ചെയ്ത് കണ്ണടച്ച് അല്ലെങ്കിൽ റഫായിട്ടൊന്ന് എടുത്താൽ മതി. പ്രീതിച്ച് എടുത്തോളൂ, നോക്കാം. അതിനോടൊപ്പം ഈ സെക്കൻഡ് സ്റ്റേജിലെ പ്രൈസ് നിങ്ങൾക്ക് സ്വന്തമാകുന്നു. നോക്കിക്കോളൂ. ഓക്കെ, നോക്കാം. പ്രിയ ചേച്ചി ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. കോംപ്ലിമെന്ററി പ്രൈസ് ആണ്. കൺഗ്രാറ്റ്സ്. അപ്പൊ നിങ്ങൾക്ക് ഈ സെക്കൻഡ് സ്റ്റേജില് 2 പവൻ സ്വർണത്തോടൊപ്പം കോംപ്ലിമെന്ററി പ്രൈസും വീട്ടിലേക്ക് കൊണ്ടുപോകാം. കുട്ടികളുണ്ടോ നിങ്ങൾക്ക്? ഒരു മോള്. മോളുടെ പേരെന്താണ്? ആൽഫ. ശരി, അപ്പൊ 7th ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാണ്. 2001 ഏറ്റവും നല്ല നടനുള്ള ദേശീയ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? നമുക്ക് ഏറെ അഭിമാനം തോന്നിയ നിമിഷം മറ്റൊന്നിനും ആയിരുന്നില്ല, നമ്മുടെ പ്രിയപ്പെട്ട നടൻ മുരളിക്ക് അവാർഡ് കിട്ടിയപ്പോഴാണ്. കൺഗ്രാറ്റുലേഷൻസ്. ആൻസർ ടിക്ക് ചെയ്തു അല്ലേ? ഗുഡ്. അപ്പോ 8th ക്വസ്റ്റ്യൻ ഇതാ. എനിക്ക് ടെൻഷനാണ് കേട്ടോ. വിപ്ലവം തോക്കിൻ കുടലിലൂടെ എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം ആരുടേതാണ്? സർ, നിങ്ങൾക്ക് ഹിസ്റ്ററി ഒക്കെ ഉണ്ടോ പഠിക്കാൻ? ലിറ്ററേച്ചറിന് ഹിസ്റ്ററി സബ്ജക്ട് ഉണ്ടല്ലോ അല്ലെ? ലിറ്ററേച്ചറിന് ബ്രിട്ടീഷ് ഹിസ്റ്ററി ഉള്ളു പഠിക്കാൻ. സോ ഇത് എവിടെ നിന്നാണത്? വായിക്കാം. കുറച്ചല്ല, നല്ല വായനാശൈലി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കറക്റ്റ് ആണ്. മാവോ ആണ് ശരി ഉത്തരം. 9th ക്വസ്റ്റ്യൻ, 3rd സ്റ്റേജിലുള്ള ചോദ്യം. എനിക്ക് ഈ സ്വർണ്ണമൊക്കെ പോകുന്ന തോന്നണം. എനിക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രസമുണ്ടായിരുന്നു. കാണാനും പറ്റില്ല എന്ന് തോന്നുന്നു എനിക്ക്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള തർക്കം സുപ്രീം കോടതിയുടെ ഏത് ശാഖയാണ് തീരുമാനിക്കുന്നത് എന്നായിരുന്നു നമ്മൾ ചോദിച്ചത്. കുറച്ച് കൺഫ്യൂസിംഗ് ആയിരുന്നു ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് തന്നിരുന്നു. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ ജൂറിസ്ഡിക്ഷൻ. യഥാർത്ഥമായി ആലോചിക്കാന്നൊക്കെ പറഞ്ഞു. അത് ഓർത്ത് തന്നെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആണ് കേട്ടോ. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്. നിങ്ങളിപ്പോ എപ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ വല്ല നിശ്ചയമുണ്ടോ? 3ാമത്തെ സ്റ്റേജിലായി. ഇവിടെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൈ നിറയെ സമ്മാനങ്ങളല്ല, കൈ ഒക്കെ പുറത്തൊക്കെ ചാടിക്കൊണ്ടിരിക്കുകയാണ് സമ്മാനങ്ങളൊക്കെ. വണ്ടി വരുന്നു. 3 ബൗൾസ് ഉണ്ട്. ശരി, വേണമെങ്കിൽ സാർ യു ക്യാൻ സെലക്ട്. ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തോളൂ. ഓക്കെ. എനിക്ക് ടെൻഷനാണ് കേട്ടോ. ടെൻഷനല്ല, സന്തോഷമുണ്ട്. സന്തോഷം കലർന്നൊരു ടെൻഷനാണ്. ട്രൈ യുവർ ലക്ക്. ഇപ്പോൾ നിങ്ങൾ 3ാമത്തെ സ്റ്റേജിൽ 9 ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചുങ്കത്ത് പ്രിൻസിന്റെ വക ഒരു എമൗണ്ട് ഓഫ് സ്വർണം കരസ്ഥമാക്കിയിട്ടുണ്ട് നിങ്ങൾ. ആ എമൗണ്ട് ഞാനിപ്പോ പറയുന്നില്ല. നിങ്ങൾക്ക് ഇപ്പൊ ചൂസ് ചെയ്യുന്നൊരു ഘട്ടമാണ്. അതായത് ട്രൈ യുവർ ലക്ക്. ഒന്നില്ലെങ്കിൽ ഒരു ഗൃഹോപകരണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ
ഈ തേർഡ് സ്റ്റേജിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്വർണം സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. മുമ്പത്തെ സ്റ്റേജിൽ കോംപ്ലിമെന്ററി എടുത്തിരുന്നു അല്ലെ? കോംപ്ലിമെന്ററിയുടെ കൂടെ നിങ്ങൾക്ക് 2 പവനും കിട്ടി. ഇതിൽ കൂടെ ഗൃഹോപകരണം കൊണ്ടുപോകാൻ പറ്റില്ല. സ്വർണം അല്ലെങ്കിൽ ഗൃഹോപകരണം ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. എന്താണ് പ്രിഫർ ചെയ്യുന്നത് പറഞ്ഞു. അത് കിട്ടും, അതൊന്നും പോകുന്നില്ല. 2 പവൻ സ്വർണം കോംപ്ലിമെന്ററി ഗിഫ്റ്റും സേഫ് ആയിട്ട് അവിടെ ഉണ്ട്. ഈ ഒരു സ്റ്റേജില് അറിയാവുന്ന ശ്രദ്ധയോടെ നോക്കിക്കോളൂ. ഈ സ്റ്റേജിൽ എങ്ങനെയാന്ന് വെച്ചാ എത്രയോ പവൻ സ്വർണം ഉണ്ട്. സ്വർണമാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 2 പവൻ സ്വർണം കോംപ്ലിമെന്ററി ഗിഫ്റ്റ് പ്ലസ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പവൻ സ്വർണം ഈ സ്റ്റേജില്. അല്ലെങ്കിൽ ഗൃഹോപകരണമാണെങ്കിൽ 2 പവൻ സ്വർണം കോംപ്ലിമെന്ററി ഒരു ഗൃഹോപകരണം. പറഞ്ഞോളൂ. ഉപകരണങ്ങളെ കൊണ്ടുപോകാൻ പാടും. ഗൃഹോപകരണങ്ങൾ കൊണ്ടുപോകാൻ പാടാണ്. കേൾക്കുന്നുണ്ടോ എല്ലാരും? ഗൃഹോപകരണങ്ങൾ കൊണ്ടുപോകാൻ പാടാണ്. ചേച്ചി സ്വർണ്ണം ഇങ്ങനെ ഇട്ടു പോവാലോ അല്ലെ? ഒരു മകളുണ്ട്, മകൾക്കെങ്കിലും ആവശ്യം വരും എന്ന് വിചാരിച്ചിട്ടായിരിക്കണം അല്ലെ? പറഞ്ഞോളൂ ചേച്ചി. ഗൃഹോപകരണം വേണ്ട. എന്ത് ഗൃഹോപകരണം ഇങ്ങനെ എന്താ പറയാ നോക്കി നിൽക്കുകയാണ്. ആരും ഞങ്ങളെ വേണ്ടാന്ന് ചോദിച്ചു നിൽക്കുകയാണ്. ചേച്ചി ഒന്ന് നോക്കൂ. ഒന്ന് നോക്കുന്നില്ല, എന്റെ മുഖത്തന്നെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. മ്യൂസിക് സിസ്റ്റം ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്, മൈക്രോവേവ് ഓവൻ ഉണ്ട്, TV ഉണ്ട്, മിക്സി ഉണ്ട്, പിന്നെ CD പ്ലെയർ ഉണ്ട്. CD പ്ലെയർ ഒക്കെ ഉണ്ട്. എല്ലാം നല്ല ബ്രാൻഡഡ് കമ്പനിയാണ്. സാംസങ്ങിന്റെയും ഒക്കെയാണ്. യു ഗോയിങ് ഫോർ ഗോൾഡ് അല്ലേ? ഉറപ്പാണല്ലോ അല്ലേ? ഒന്നുകൂടെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും ഒരു ഗൃഹോപകരണം കുറച്ച് കഴിഞ്ഞിട്ട് എന്നാലും നിങ്ങൾ ആ ഗൃഹോപകരണം എനിക്ക് വാങ്ങിച്ചു തന്നില്ലല്ലോ എന്ന് പിന്നെ പരാതി പറയും. അത് ചിലപ്പോ നമ്മൾക്കറിയാൻ നോക്കൂ ക്വാണ്ടിറ്റി എത്ര എന്നുള്ളത് ഇപ്പൊ തന്നെ പറയാലോ. അപ്പൊ തീരുമാനിച്ചോ നിങ്ങൾ? സ്വർണം മതി എന്നുള്ളതാണ്. 3 പവൻ സ്വർണം. നിങ്ങൾക്ക് 5 പവൻ സ്വർണം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. 5 പവൻ സ്വർണവും ഒരു കോംപ്ലിമെന്ററി ഗിഫ്റ്റും ഉണ്ട്. ഇനി 10ാമത്തെ ചോദ്യമാണ്. 10ാമത്തെ ചോദ്യത്തിനും ശരിയായി തന്നെയാണ് ഒരു ഉത്തരം പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ഈ പുതുമകളോടെ ഞങ്ങൾ വീണ്ടും അവതരിപ്പിച്ച ഈ ചുങ്കത്ത് പ്രിൻസുലയുടെ ഗോൾഡൻ കപ്പിൾസിലെ ആദ്യത്തെ ഗോൾഡൻ കപ്പിളായിരിക്കും മിസ്റ്റർ ജോസും വൈഫ് പ്രിയയും. വളരെയധികം സന്തോഷത്തോടെയാണ് ഞാനവിടെ ഇരിക്കുന്നത്. ഒരുപക്ഷെ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക കപ്പിൾസിനും 1-2 ചോദ്യത്തിന് പലപ്പോഴും മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ 9 ചോദ്യങ്ങൾക്കും ഒരു ചെറിയ രീതിയിലുള്ള സംശയം പോലും ഇല്ലാതെയാണ് കറക്റ്റായി ഉത്തരം നൽകാൻ ഇവർക്ക് സാധിച്ചിട്ടുള്ളത്. ഇനി 10ാമത്തെ ചോദ്യം അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. കാരണം ഞങ്ങളും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ ഗോൾഡൻ കപ്പിളിന് വേണ്ടി. വെള്ളത്തിന്റെ പ്യൂറസ്റ്റ് ഫോം എന്താണ് എന്നാണ് ചോദിച്ചത്. ഈശ്വരന്റെ അനുഗ്രഹം പലപ്പോഴും പല രീതിയിലാണ് നമ്മളെ കടാക്ഷിക്കാറോട്ടോ. അത് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടായിരിക്കും. ഇവർക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ 10th ക്വസ്റ്റ്യൻ, ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വളരെ 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 എളുപ്പമായിരുന്നു എന്നുള്ളതാണ്. വെള്ളത്തിന്റെ പ്യൂറസ്റ്റ് ഫോം നമുക്ക് എല്ലാവർക്കും അറിയാം. കൊച്ചു ക്ലാസ്സിൽ പഠിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. റെയിൻ വാട്ടർ. കറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ക്ലാപ്പ് പിടിച്ചാൽ മതിയാവില്ല. പ്രേക്ഷകരെ നിങ്ങൾ എന്റെ കൂടെ കൂടണം. So congratulations Mr. Jose Francis and Priya Jose Francis. You're declared the golden couple of this program. Congrats once again. നിങ്ങൾക്ക് സ്വന്തമാവുന്നത് 6 പവൻ സ്വർണവും ഒരു കോംപ്ലിമെന്ററി ഗിഫ്റ്റും ഒപ്പം ഈ 10ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം കറക്റ്റായി ഉത്തരം പറഞ്ഞതിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. അതെന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ചുങ്കത്ത് പ്രിൻസിപ്പൽ സ്പോൺസർ ചെയ്യുന്ന ഒരു പ്രൈസ് ആണത്. സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. സോ കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. സോ യു കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ കുറച്ചു പേർക്കെങ്കിലും തോന്നാതിരിക്കില്ല, ഇതുപോലെ ഞങ്ങളും ഇവിടെ വന്ന്
നേരിട്ട് പങ്കെടുത്ത് ഇതുപോലെ കൈ നിറയെ സ്വർണവുമായി തിരിച്ചു പോകാൻ സാധിക്കുന്നില്ലല്ലോ എന്ന്, അല്ലെ? സാരില്ല, നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ കൈ നിറയെ സ്വർണം നിങ്ങൾക്കും കരസ്ഥമാക്കാൻ സാധിക്കും. ജസ്റ്റ് കീപ് വാച്ചിങ് ദിസ് പ്രോഗ്രാം ആൻഡ് ഗോഡ് ബ്ലെസ് യു. ഇതുപോലെ ഒരു ബ്ലെസ്ഡ് ഫാമിലി വന്നാൽ തീർച്ചയായിട്ടും ഭാഗ്യം എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള തെളിവാണ്. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു ഭാഗ്യ ദമ്പതികളുമായി വീണ്ടും എത്താം. കഴിഞ്ഞ ആഴ്ചയിലെ വിജയികളെ പ്രഖ്യാപിക്കുന്നു. മനോജ് കാറ്റാടി പിവോ അങ്കമാലി, ജ്യോതിമോൾ മുക്കാട്ടുവില്ല തേവലക്കര പിവോ കരുനാഗപ്പള്ളി, സജിന മിത്തൽ ഹൌസ് ഒളവിലം തലശ്ശേരി, ഷാനവാസ് നവാസ് മനസിൽ ലക്ഷ്മിനട കൊല്ലം. ഈ ആഴ്ചത്തെ ഈ എപ്പിസോഡ് എനിക്കും അതുപോലെ നിങ്ങൾക്കും ഇവിടെ പങ്കെടുത്ത ശ്രീ ജോസിനും കേക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം വൺസ് ഇൻ എ ലൈഫ് ടൈം ഇതുപോലെയുള്ളൊരു ഫോർച്യൂണൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാറുള്ളൂ. എന്തായാലും എല്ലാവരും ഈ എപ്പിസോഡ് ആസ്വദിച്ചു എന്ന് കരുതുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.